സീറോ മലബാർ സഭ മാതാനഗർ പള്ളി വികാരി ഫാദർ സ്റ്റീഫൻ പാലാട്ടി കോടതിയുടെ ഇഞ്ചക്ഷൻ നിലവിലുള്ളപ്പോഴും അത് ലംഘിച്ചുകൊണ്ട് പള്ളിയിൽ തന്നെ വിമത കുർബാന നടത്തുന്നു. ഇപ്പോൾ സൈഡ് ബിസിനസ്സും തുടങ്ങിയതായി വിശ്വാസികൾ ആരോപിക്കുന്നു. അവധി ദിവസങ്ങളിൽ സ്കൂൾ ഹാളുകൾ വികാരിയും പഴയ കൈക്കാരനും വിമത പ്രവർത്തനത്തിന് കൂട്ടുനിൽക്കുന്നതുമായ ഇപ്പോഴത്തെ പ്രിൻസിപ്പാളും ചേർന്ന് അനധികൃതമായി വാടകയ്ക്ക് കൊടുക്കുന്നു. സ്വകാര്യ സ്ഥാപനങ്ങൾക്ക് പരീക്ഷാ നടത്തിപ്പിന് വിട്ടുകൊടുക്കുന്നത് കൂടാതെ യമഹ ബൈക്ക് ഷോറൂം ഗോഡൌണിനായും വിട്ടു നൽകി. ഇങ്ങനെ പണം സമ്പാദിക്കുന്നത് ഇടവക ജനങ്ങളുടെ ഇടയിൽ അമർഷമുണ്ടാക്കിയിരിക്കുകയാണ്. വിഘടനവാദത്തിന്റെ വിഷം ചീറ്റുന്ന വിമത വൈദികർ ആരെങ്കിലും ഉണ്ടെങ്കിൽ അത് എറണാകുളം അങ്കമാലി അതിരൂപതയിൽ മാത്രമാണ്. തങ്ങളുടെ സുഖലോലുപതയ്ക്ക് വേണ്ടിയിട്ട് ദൈവവചനത്തെയും ആത്മീയതയെയും വളച്ചൊടിക്കാൻ അതിസാമർഥ്യമുള്ള വൈദികരാണ് ഈ അതിരൂപതയിലുള്ളത്. സഭാചരിത്രത്തിൽ ഇന്ന് വരെ കേട്ടുകേൾവിയില്ലാത്ത സമരം നയിച്ച് തെരുവിലൂടെ ട്രേഡ് യൂണിയൻ തൊഴിലാളികളെ പോലെ മുദ്രാവാക്യം വിളിക്കുന്നവരാണ് ഇവിടുത്തെ വൈദികർ. അത് നമ്മൾ ലൈവായി കണ്ടിട്ടുള്ളതാണ്. ഇവരാണ് വിഘടനവാദത്തിൻ്റെയും നുണപ്രചാരണങ്ങളുടെയും വെറുപ്പിൻ്റെയും വൈരാഗ്യത്തിൻ്റെയും വിഷം ചീറ്റുന്ന വേദികളാക്കി പരിശുദ്ധ ബലിപീഠത്തെ കളങ്കപ്പെടുത്തുന്നത്. ഉൽപ്പത്തി പുസ്തകത്തിൽ പറയുന്നത് പോലെ കൗശലക്കാരനായ സർപ്പം അനുസരണക്കേടിലൂടെ സ്ത്രീയെ പാപം ചെയ്യാൻ പ്രേരിപ്പിച്ചുവെങ്കിൽ ഇന്ന് വിഘടനവാദത്തിന്റെ രൂപത്തിൽ അനുസരണക്കേട് കാണിച്ച് സഭയെ നശിപ്പിക്കുവാൻ ശ്രമിക്കുന്ന വിഘടനവാദികളായ ഈ വൈദികരും ഇതേ സർപ്പം തന്നെയാണ്. ചിന്തിച്ചു നോക്കൂ. ഇവരിലൂടെ ചീറ്റുന്ന അനുസരണക്കേടെന്ന വിഷമാണിപ്പോൾ ഈ സഭയെ നശിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ വിഘടനവാദി സർപ്പങ്ങൾ ബലിപീഠത്തിൽ കയറി നിന്ന് ചീറ്റുന്ന വിഷമാണ് സാധാരണക്കാരായ വിശ്വാസികളിലും അനുസരണക്കേടിന്റെ വിത്ത് പാകുന്നത്. ഇത്രയൊക്കെ ആയിട്ടും എന്താണ് സഭാ നേതൃത്വം ഇവർക്കെതിരെ നടപടിയെടുക്കാത്തത്? അവർ ആരെയാണ് പേടിക്കുന്നത്? ആരെയാണ് ഭയപ്പെടുന്നത്? ക്രൈസ്തവ സമൂഹത്തിന് തന്നെ ആക്ഷേപമായി ഇവരുടെ നടപടികൾ. മറ്റുള്ളവരുടെ മുന്നിൽ പൊതുസമൂഹത്തിൽ ക്രൈസ്തവ സമൂഹം തലകുനിക്കുകയാണ്.